ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ കൂടാതെ വേറൊരു വ്യക്തിയുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയി തുടങ്ങും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ കൂടാതെ വേറൊരു വ്യക്തിയുണ്ടോ? ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഇല്ലെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് പക്ഷേ ചെയ്ത തെറ്റുകളെപ്പറ്റി ഓർത്തിട്ട് വളരെയധികം കുറ്റബോധമുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഫാമിലിയെ ഓർക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫ് തുടങ്ങണം എന്നുള്ളതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. നോക്കാം. 9 ഓഫ് സോർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. എന്ത് സിറ്റുവേഷനാണ് അവരെ? പ്ലീസ് ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്. നമുക്ക് ഇവിടെ ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും, ഇവിടെ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ കൂടാതെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ക്ലാരിഫൈ ചെയ്തപ്പം 2 ഓഫ് കപ്സ് ആണ് കിട്ടിയത്. അതായത് ആ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെ കൂടാതെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ആ പേഴ്സണുമായിട്ട് അവർ ഇമോഷണലി അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ആ ഒരു പേഴ്സൺ ഒരു കാർമിക് സോൾമേറ്റ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്ന ആ ഒരു പേഴ്സൺ, അതായത് അവർ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു പേഴ്സൺ ഇല്ല. പക്ഷേ നമ്മൾ 9 ഓഫ് സോർഡ്സ് ആണ് ക്ലാരിഫൈ ചെയ്ത് നോക്കിയത്. നിങ്ങളുടെ പേഴ്സണുള്ള കുറ്റബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളറിയാതെ തന്നെ ആ ഒരു പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു. അതൊരു ഡിവൈൻ കണക്ഷനായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ ഒരുപാട് കാലമായിട്ട് അവർ തമ്മിൽ പരിചയത്തിലായ ഒരു പേഴ്സണാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അല്ല അവർ തമ്മിൽ പെട്ടെന്ന് അടുത്തത്. അവർ തമ്മിൽ നേരത്തെ നല്ല പരിചയം കാണുമായിരിക്കാം. അങ്ങനെ ആ പരിചയം പുതുക്കാനായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് വന്നത്. തന്നെയുമല്ല, അവർ ഫിനാൻഷ്യലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ. അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. എന്തായാലും ഇവർ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ അടുത്തതും. എന്തോ ഒരു കർമ്മ പൂർത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു ആ ഒരു പേഴ്സണുമായിട്ട്. എന്നാൽ ആ ഒരു സൈക്കിൾ എൻഡ് ആയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളോട് ചെയ്തതിൻ്റെ കുറ്റബോധം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ ഈ പേഴ്സൺ അവരുടെ ഫാമിലിയെ പറ്റി ആലോചിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നാണ് കാണുന്നത്. അവർക്ക് എല്ലാ ലൈഫിൽ എന്തൊക്കെ സക്സസ്സും അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അവർ അബണ്ടൻ്റ് ആയിട്ടാണെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇല്ലെന്നുള്ളതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്കുണ്ട്. വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരണമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെയ്ത തെറ്റുകൾ ആലോചിച്ച് കുറ്റബോധമുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ആ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം ആ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ടോ എന്ന്, അതോ ഇപ്പോഴും അവർ തമ്മിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. യെസ്, ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് പോയെന്നാണ് കാണുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ
അവരെ വിട്ടിട്ട് പോയി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കാം അവരുടെ റിലേഷൻഷിപ്പിൽ സഡനായിട്ടുള്ളൊരു ചേഞ്ച് വന്നത്, ഈ ഒരു പേഴ്സണ് തിരിച്ചറിവ് വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധം ഈ ഒരു സമയത്തുണ്ടാവുന്നത്. അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ തമ്മിൽ പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ കുറ്റവും കുറവും എല്ലാം ഈ ഒരു പേഴ്സൺ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇടയിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു ഫിസിക്കൽ അഡിക്ഷൻ, അതായത് ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ അഡിക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് ഒന്നുകിൽ ഡ്രഗ് അഡിക്ഷൻ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ കാണുമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അവരോട് ഒരു അട്രാക്ഷൻ തോന്നുക, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക, അവരുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ് ഈ ഒരു പേഴ്സണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷനായിട്ടാണ് കാണുന്നത്. അതായത് അവർ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രം. അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവർ തമ്മിൽ ഒരു ഈഗോയാണ്, അതിൻ്റെ പേരിലായിരിക്കാം ആ ഒരു പേഴ്സണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ തമ്മിൽ അകറ്റിയത് കാരണം ഈ ഒരു പേഴ്സൺ തന്നെയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൻ്റെ ചെവിയിൽ ഓരോന്ന് നിങ്ങളെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ്സ് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടായിരിക്കാം. നോക്കാം നമുക്ക്. നിങ്ങളുടെ വ്യക്തി ആ ഒരു പേഴ്സണെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫിനാൻഷ്യലി ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് വരാനായിട്ട് തടഞ്ഞതും. കാരണം എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു വ്യക്തി. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹെൽപ്പൊന്നും അവർക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളിലേക്ക് വരുന്നത് തടഞ്ഞു. അതാണ് കാണാൻ സാധിക്കുന്നത്. അവരൊരുപാട് ബ്രെയിൻ വാഷിങ് ചെയ്യുന്നുണ്ടായിരുന്നായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴും അവർക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയില്ല. ഞാൻ നിങ്ങളുടെ പാസ്റ്റാണ് നോക്കിയത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് വാക്കുകളാൽ ഒരുപാട് വിഷമിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സീക്രട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതേ വ്യക്തി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ആ ഓൾറെഡി എൻഡായിപ്പോയ ആ ഒരു റിലേഷനിൽ പിന്നെയും ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നതും. നിങ്ങളുടെ തകർന്നു പോയ ജീവിതം പിന്നെയും വർക്ക് ചെയ്യണം, അതിലൊരു ഗ്രോത്ത് കൊണ്ടുവരണം. ആ ഒരു ഗ്രോത്ത് അതായത് ആ ഒരു ഗ്രോത്ത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നെയും തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനിയും എവിടെയൊക്കെ നിങ്ങൾ നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിക്കോട്ടെ, എന്തായാലും ഏത് സിറ്റുവേഷനിൽ പോയാലും നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതും അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുന്നതും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇനിയും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇതുപോലുള്ള ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് അത് തരാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. അത്രയും വാല്യുബിളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ കയ്യിലിരുന്ന ആ ഒരു ആളെയാണല്ലോ, ഇത്രയും വിലയുള്ള ആളെയാണല്ലോ ഞാൻ കളഞ്ഞത് എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഇപ്പോൾ ഒരുപാട് വാല്യൂ ഉള്ളതായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. അതുപോലെ തന്നെ ഇനി നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ തരുന്നത്. അതുപോലെ തന്നെ വളരെ സ്റ്റെബിലിറ്റി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി. അതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഓൾറെഡി ആ ഒരു വ്യക്തി എല്ലാ ലെസൺസും പഠിച്ചു കഴിഞ്ഞു ലൈഫിൽ, എല്ലാ ലെസൺസും. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കുറച്ച് സ്ട്രോങ് ആയി മാറി. അവർക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റേത് ശരി ഏതെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ ഇപ്പോൾ ആ വ്യക്തി ഒരു റിലാക്സേഷൻ ഫേസിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു ട്രോമയെല്ലാം ആ ഒരു വ്യക്തിയെ വല്ലാതെ ബാധിച്ചതായിട്ടാണ് കാണുന്നത്. അവരുടെ സോളിനെ ഒരുപാട് തളർത്തിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോയേക്കുന്നത്. കാരണം ഈ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ് എനിക്കൊന്ന് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം, അവരുടെ ലൈഫിനെ പറ്റി ചിന്തിക്കണം. ആ വ്യക്തി ആരായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്തുമായിരുന്നു, നിങ്ങളുടെ വാല്യൂ എന്തുമായിരുന്നു, അതെല്ലാം ഇപ്പോൾ ഈ വ്യക്തി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിൽ നിന്നും വിട്ട് ആ വ്യക്തി ഒറ്റയ്ക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ സൈലൻറ്റ് മോഡാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതിനെ പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെയും ഫ്യൂച്ചർ. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. വളരെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചത് ആ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. കാരണം അവരെ തന്നെ റെജുവിനേറ്റ് ചെയ്ത് അവർക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അവരിപ്പോൾ റെസ്റ്റിലാണ്. ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു
ഒരു റീബർത്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ? ഞാനിപ്പോൾ നിന്നിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. എനിക്കിപ്പോൾ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ എന്നെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. നിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇത്രയും നാൾ നിനക്ക് ഞാനൊരു വാല്യൂ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിട്ടു പോകാനായിട്ട് ഇപ്പോൾ ഒരുക്കമല്ല. അതുപോലെ തന്നെ നിന്നെ വിട്ടുകളയാനും ഞാൻ തയ്യാറല്ല ഈ ഒരു സമയം. ഇനി ഒരു കാർഡ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം? എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഈ ഒരു സമയം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. എനിക്ക് പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിൻ്റെ അരികിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചാരിയറ്റ് കാർഡ് 2 തവണ നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി റെജുനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ വ്യക്തിയുടെ പാസ്റ്റിൽ ആ വ്യക്തിക്ക് സംഭവിച്ച ഓരോ ട്രോമ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ആ പേഴ്സൺ റെജുനേറ്റ് ചെയ്യാൻ കുറച്ച് ഹീലിംഗ് എനർജി വരണമല്ലോ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കുറച്ച് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് അവരുടെ സോളിന്. അതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരും ആ ഒരു വ്യക്തി. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ സ്ട്രെസ്സ്, അതായത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പാസ്റ്റിലെ എന്തെങ്കിലും ഇമോഷണൽ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക. നിങ്ങൾക്കത് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നത്. അതായത് നിങ്ങൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആവും ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള സ്ട്രെസ്സ്, ഇതെല്ലാം നിങ്ങളെ ഒരുപാട് ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളതെല്ലാം റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ തുടരുന്നതിന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിനെ വിടുന്നില്ല. നിങ്ങൾ പാസ്റ്റിനെ വിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടാകൂ. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ഇനി നമുക്കൊരു കാർഡ് കൂടെ നോക്കാം. യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു പ്രണയം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. മീനം മന്ത്, മിഥുനം മന്ത്, യെസ് പോസിബിൾ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പോസിബിൾ ആണെന്നാണ് കാണുന്നത്. നമ്പർ 25 സെൻസിറ്റീവ്, 1993 വിശാഖം നക്ഷത്രം, 1973, 1971 മൈസൂർ, ഉത്രം നക്ഷത്രം, കുംഭം മന്ത്, ലോങ് നെയിൽ, 21 യെല്ലോ കളർ, ഫ്രൈഡേ, യെസ് പോസിബിൾ. 2 തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും യൂണിവേഴ്സ് നടത്തി തരുന്നതാണ്. 1990 കുവൈറ്റ്, അബുദാബി, ഏപ്രിൽ മന്ത്,
1996, number 20, 29, letter N, number 1, 3 weeks, 1974, cricket, letter W, 2001, 37, November month, Ashwati Nakshatram, letter S, July month, Virchigam month, number 30, number 40, within 24 hours, letter Z, 1975, Chittira Nakshatram, September month, number 50, Delhi, craze on vehicles, Magam Nakshatram, 1977, 64, 1983, 1978, letter B, number 2, Kannur, October month, Rohini Nakshatram, letter G, red color, Kozhikode, 2 weeks, letter V, Purittadi Nakshatram, 34. അപ്പം നിങ്ങളുടെ പേഴ്സണ് ട്രൂ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറച്ച് സമയം ആവശ്യമാണ് അവരുടെ സോളിനെ റെജുനേറ്റ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, നിങ്ങൾ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം കിട്ടുന്നതാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.